കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തിയായ ചേന്നാപ്പാറയിൽ വീട്ടമ്മയെ കാട്ടാന ചവിട്ടിക്കൊന്നു. ചേന്നാപ്പാറ സ്വദേശി സോഫിയ ഇസ്മയിലാണ് മരിച്ചത്. ജോസൽ സെബാസ്റ്റ്യനുണ്ട് വിവരങ്ങൾ നൽകാൻ. ജോസൽ, ഏതാണ്ട് വൈകിട്ട് 6:30-ക്ക് ശേഷമാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് വീട്ടമ്മ ആക്രമണത്തിന് ഇരയാകുന്നത്? എവിടെ വെച്ചാണ്? അന്ന, വേദനാജനകമായ വേറൊരു സംഭവം കൂടി ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ ഈ 10 വർഷത്തിനുള്ളിൽ 51ാമത്തെ ജീവനാണ് കാട്ടാന ആക്രമണത്തിൽ പൊലിയുന്നത്. ഈ വർഷം 2025 പൊലിഞ്ഞതിന് ശേഷം 3ാമത്തെ ജീവനാണ് കാട്ടാന എടുത്തിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ TR&D എസ്റ്റേറ്റിൽ മുണ്ടക്കയത്തിനടുത്ത് പെരുവന്താനം, ഇടുക്കി ജില്ലയിലെ പെരുവന്താനം പഞ്ചായത്തിലെ 7ാം വാർഡിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. നെല്ലിവിള പുത്തൻ വീട്ടിൽ സോഫിയ ഇസ്മയിൽ എന്ന് പറയുന്ന 45 വയസ്സുകാരിയാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇവിടെ ഈ എസ്റ്റേറ്റിൽ റീപ്ലാന്റ് നടക്കാതെ ഇട്ടിരിക്കുന്നൊരു പ്രദേശമാണ്. അവിടെ ഈ കാട് കയറി വലിയ വനപ്രദേശം പോലെ തന്നെ, ഈ എസ്റ്റേറ്റിന്റെ ഭാഗമാണെങ്കിൽ തന്നെ വലിയ വനപ്രദേശം പോലെ കിടക്കുകയും അവിടെ ഈ കാട്ടാനകളും വന്യമൃഗങ്ങളും ഒക്കെ ഇറങ്ങി വരുന്നൊരു സാഹചര്യമുണ്ട്. അതിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആ കാര്യത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നൊരു ആക്ഷേപം ഉയർന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഈ വീടിനോട് ചേർന്നുള്ള അരുവിയിൽ കുളിക്കാൻ പോയപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇത്തരത്തിൽ കുറെ നേരമായിട്ടും കുളിക്കാൻ പോയ അമ്മയെ കാണാതെ വന്നപ്പോൾ മക്കൾ അന്വേഷിച്ചു വന്നപ്പോഴാണ്, ഒപ്പം കാട്ടാനയുടെ ചിഹ്നം വിളിയും എല്ലാം കേട്ടപ്പോഴാണ് അവർ ചെന്ന് നോക്കുന്നത്. ഇപ്പോൾ അവിടെ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ ദാരുണമായ സംഭവം, ഈ വീട്ടമ്മയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതുവരെയും അവിടെ നിന്ന് ബോഡി അടക്കം മാറ്റിയിട്ടില്ല, മൃതശരീരം അടക്കം മാറ്റിയിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് 3ാമത്തെ കൊല്ലപ്പെടലാണ് കാട്ടാന ആക്രമണത്തിൽ ഉണ്ടാകുന്നത്. നേരത്തെ മുള്ളരിങ്ങാട് ഒരു യുവാവ് മരിച്ചു. അതിനുശേഷം ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ ഫയർ ലൈൻ തെളിക്കാൻ പോയപ്പോൾ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കൊപ്പം പോയപ്പോൾ വിമലൻ എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾ കൊല്ലപ്പെടുന്നു. ഇപ്പോൾ 3ാമത് ഈ പെരുവന്താനത്ത് ഇത്തരത്തിൽ ഒരു വീട്ടമ്മ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിൽ ശക്തമായ, കഴിഞ്ഞ ദിവസം മൂന്നാർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് CPM-ന്റെ നേതൃത്വത്തിൽ ശക്തമായ മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ട് CPIM ജില്ലാ സെക്രട്ടറി അടക്കം പറഞ്ഞത് ഇത്തരത്തിലാണ് വനം വകുപ്പിന്റെ നിലപാട് എങ്കിൽ വനം വകുപ്പ് ഓഫീസുകൾക്ക് മുമ്പിൽ കുടില് കെട്ടിയുള്ള സമരത്തിലേക്ക് CPM പോകുമെന്നുള്ളത് പറഞ്ഞുകൊണ്ട്. കാരണം ഒരു ആൾക്കും ഇവിടെ ഇടുക്കി ജില്ലയിലെ വനാതിർത്തി പങ്കിടുന്ന എല്ലാ മേഖലയിലും ഇത്തരത്തിൽ ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന വന്യജീവികളെ നിയന്ത്രിക്കാനുള്ള നടപടി വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ള ശക്തമായ നിലപാടാണ് CPM-ന്റെ അടക്കം ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വനം വകുപ്പ് മന്ത്രി ജില്ലയിൽ വന്ന് ജനപ്രതിനിധികളെ കേൾക്കാൻ തയ്യാറാകണമെന്നുള്ള ശക്തമായ ഭാഷയിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടറി അടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം ഓരോ ദിവസം ചെല്ലുന്ന, ഇപ്പം 2025 പുലർന്ന് ഇപ്പോൾ 1.5 മാസം പിന്നിട്ടപ്പോഴത്തേക്ക് 3ാമത്തെ ജീവനാണ് കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അന്ന, അതെ ജോസൽ, CPM-ന്റെ നേതൃത്വത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു ജില്ലയിൽ. ഈ ആന ഈ പ്രദേശത്ത് തന്നെ ഉണ്ട് എന്ന് വിവരമുണ്ട്. കാരണം സാധാരണഗതിയിൽ ആന ഇറങ്ങുന്ന സ്ഥലമാണ് എന്ന് മാത്രമല്ല, ഈ മൃതദേഹം മാറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? അതിൽ എന്താണ് നാട്ടുകാരുടെ നിലപാട്? ഈ അറിഞ്ഞ് പൊതുപ്രവർത്തകരടക്കം ഈ മേഖലയിലേക്ക് കടന്നു ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ പ്രദേശത്തുനിന്ന് ഈ മൃതശരീരം മാറ്റി കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ മറ്റോ ആണ് തൊട്ടടുത്ത് കൊണ്ടുപോകാൻ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരണം. മറ്റ് കാര്യങ്ങളെല്ലാം നടക്കും. ഏതായാലും ശക്തമായ പ്രതിഷേധം ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ വന്യജീവി ആക്രമണം, ഇതൊരു എസ്റ്റേറ്റ് മേഖലയാണ്. ഈ എസ്റ്റേറ്റ് മേഖലയിൽ കാട് റീപ്ലാന്റ് ചെയ്യാതെ, റബ്ബർ റീപ്ലാന്റ് ചെയ്യാതെ കാട് കയറി കടക്കുകയും അവിടേക്ക് ഈ ശബരിമല വനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ്. ആ ശബരിമല പ്രദേശത്തു നിന്നുള്ള ഈ വനത്തിന്റെ ഭാഗത്തു നിന്നും കാട്ടാനയും മറ്റു വന്യമൃഗങ്ങളും ഇറങ്ങി ജനങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അടുത്ത ചേന്നാപ്പാറ എന്ന സ്ഥലത്താണ് വീട്ടമ്മയെ കാട്ടാന ചവിട്ടിക്കൊന്നത്. ചേന്നാപ്പാറ സ്വദേശി സോഫിയ ഇസ്മയിലാണ് മരിച്ചത്. ജോസൽ സെബാസ്റ്റ്യൻ വിശദമായ വിവരങ്ങൾ നൽകിയത്.